വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠന ഭാഗത്തിന് ഒന്നാം ചോദ്യം. ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ എന്തിനെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി തിക്കിക്കോസിന് അയച്ചത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹൃദയങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 2. മിക്ക ആരെ പുരോഹിതനായി അവരോധിച്ചു? അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലേവ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 3. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു: ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 4. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും ഡാഷ് ജീവിക്കും. പ്രഭാഷകൻ 48 അധ്യായം 11 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അനുഗ്രഹീതർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഡാഷ്. ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹാജരായി. ക്വസ്റ്റ്യൻ നമ്പർ 6. ആരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു: സാംസണെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഡാഷ് ബെഞ്ചമിൻ വംശജർക്ക് ഭാര്യമാരെ ലഭിക്കാൻ നാം എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശേഷിച്ചിരിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 8. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ എവിടെ പതിയിരുന്നു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണവാതിൽക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 9. തിമ്നായിലുള്ളവരോട് സാംസൺ ഒരു കടംകഥ പറയാൻ പോകുന്നു. വിരുന്നിന്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ എന്തു തരും എന്നാണ് സാംസൺ പറഞ്ഞത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ എന്ത് പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. മോശയുടെ പുത്രനായ ഗർശോമിന്റെ പുത്രൻ ജോനാഥാനും ആരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന് പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 12. ജഫ്ത തന്റെ വീട്ടിലേക്ക് വന്നു. അതാ അവന്റെ മകൾ തപ്പുകൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവന്റെ ഡാഷ് ആയിരുന്നു. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി ഏകസന്താനമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൂർവ്വ പിതാക്കന്മാരെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്ന് വരെ അവർക്ക് എന്തായി ലഭിച്ചിരുന്നില്ല. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അവകാശമായി. ക്വസ്റ്റ്യൻ നമ്പർ 15. മരണമേ നിന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവന്, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ ഡാഷ് ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. പ്രഭാഷകൻ 41 അധ്യായം 1 വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിഭവങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 16. ആര് ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജെഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായി ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ജെഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 17. ഏലോന്റെ സ്വദേശം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ സെബുലൂൺ. ക്വസ്റ്റ്യൻ നമ്പർ 18. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ ഡാഷ് എന്നും പറയാൻ തുടങ്ങും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മൂടിക്കളയുക. ക്വസ്റ്റ്യൻ നമ്പർ 19. ദേവാലയത്തിലെ എന്താണ് നടുവേ കീറിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ തിരശീല. ക്വസ്റ്റ്യൻ നമ്പർ 20. അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം, അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ്. പ്രഭാഷകൻ 42 അധ്യായം 22 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദീപ്തമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. അവിടുത്തെ എന്തിൻ്റെ സമൃദ്ധിക്കൊത്താണ് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കൃപ. ക്വസ്റ്റ്യൻ നമ്പർ 22. അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് എന്താണെന്ന് പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 23. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ എങ്ങനെയുള്ള ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കരിഞ്ഞ. ക്വസ്റ്റ്യൻ നമ്പർ 24. ദൈവത്തെ ഭയപ്പെടുകയോ ആരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 25. കടംകഥയുടെ ഉത്തരം എത്രാം ദിവസമാണ് പട്ടണവാസികൾ സാംസനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 7-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 26. ബഹുമാനിതർ ആരെല്ലാം ആണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഷേമും സേത്തും. ക്വസ്റ്റ്യൻ നമ്പർ 27. എങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഭഗ്നാശരാകാതെ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ
2 പേർ എന്ത് വസ്ത്രങ്ങൾ ധരിച്ച് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു? ലൂക്ക 24-ാം അധ്യായം 4-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, തിളങ്ങുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 29. മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആര് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യുവാവ്. ക്വസ്റ്റ്യൻ നമ്പർ 30. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാക്കത്തക്കവണ്ണം ഈ ഡാഷ് വന്നു ഭവിച്ചത് എന്തുകൊണ്ട്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നാശം. ക്വസ്റ്റ്യൻ നമ്പർ 31. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം എത്ര സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 60. ക്വസ്റ്റ്യൻ നമ്പർ 32. കർത്താവ് ജനത്തിന് എന്താണ് അഹരോന് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പൗരോഹിത്യം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഡാഷ് ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രഭാഷകൻ 42-ൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭൂതവും. ക്വസ്റ്റ്യൻ നമ്പർ 34. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വ്യാപാരം. ക്വസ്റ്റ്യൻ നമ്പർ 35. കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കുന്നത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. അത്യുന്നതനെ ഡാഷ് നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10, 100, 1000 വർഷമായിക്കൊള്ളട്ടെ. പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹിതം. ക്വസ്റ്റ്യൻ നമ്പർ 37. സാംസൺ ഗാസയിലേക്ക് പോയി. അവിടെ ഒരു സൈനികയെ കണ്ടുമുട്ടി. അവളോടുകൂടി എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശയിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 38. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സക്കേവൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 39. ആരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ന്യായാധിപന്മാർ 16-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരുഷന്മാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 40. കർത്താവിനെ എങ്ങനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ കഴിവും ഉപയോഗിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഗിലെയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു, പക്ഷെ അവൻ വേശ്യാപുത്രനായിരുന്നു. ആരായിരുന്നു അവൻ്റെ പിതാവ്? ന്യായാധിപന്മാർ 11-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദ്. ക്വസ്റ്റ്യൻ നമ്പർ 42. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കേണ്ടതിന് അവൻ ഒരു ഭൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓഹരി. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അനുസ്മരിപ്പിക്കാൻ കരവിരുതോടെ പിരിച്ചെടുത്തത് ഏത് നൂലുകൊണ്ടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, കടും ചെമപ്പ്.
ക്വസ്റ്റ്യൻ നമ്പർ 44. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ എവിടെ സമ്മേളിക്കുന്നു? പ്രവാചകൻ 40 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സങ്കേതങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. അവൻ കൈകൾ വെച്ച് ഡാഷ് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവനെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗ്രഹിക്കേണ്ടതിന്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ എന്ത് കഴിച്ചു? സന്തോഷിക്കാൻ ഒരുമിച്ച് കൂടി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ബലി. ക്വസ്റ്റ്യൻ നമ്പർ 47. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ എന്തിന്റെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 48. യേശുവിനെ വിട്ടയക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ആരൊരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പീലാത്തോസ്. ക്വസ്റ്റ്യൻ നമ്പർ 49. സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടുന്ന് ചോദിച്ചു. കർത്താവിന്റെ മറുപടി എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ചെല്ലുക എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 50. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ എന്നനുഭവിക്കുന്നത്. പ്രവാചകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിന്ദ. ക്വസ്റ്റ്യൻ നമ്പർ 51. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു എന്ത് അവന്റെ നേരെ അലറി വന്നു. ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 52. യേശു കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ പോയി നിങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്നാണ് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരോഹിതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 53. ആര് ചെന്ന് അവളെയും പിതാവിനെയും അഗ്നിക്കിരയാക്കി? ന്യായാധിപന്മാർ 15 കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 54. ആരുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 55. യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ അവൻ്റെ അടുത്ത് വന്നിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 56. 600 പേർ മരുഭൂമിയിൽ ഏത് പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, റിബോൺ. ക്വസ്റ്റ്യൻ നമ്പർ 57. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും ഡാഷ് പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യൂദായിലെങ്ങും. ക്വസ്റ്റ്യൻ നമ്പർ 58. അപ്പോൾ ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി
ടോം എന്ന ഡാഷ് ചെന്ന് താമസിച്ചു. ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 59. ആ ദിവസം തന്നെ അവരിൽ 2 പേർ എവിടെ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 60. കഴുതകൾക്ക് വേണ്ട പുല്ലും ഡാഷും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും മീനും ഞങ്ങളുടെ കൈവശമുണ്ട്. ഒന്നിനും കുറവില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വൈക്കോലും. ക്വസ്റ്റ്യൻ നമ്പർ 61. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുക. പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹിതരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 62. എപ്പോഴാണ് നഗരത്തിലെ ആഫാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 63. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് ഡാഷ് ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാർത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കഴിയണമേ എന്ന് പറഞ്ഞു എന്ന് പ്രാർത്ഥിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കണ്ണുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 64. ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയായ അമ്മായിയപ്പൻ അവന് ഡാഷ് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂട്ടുകാരന്. ക്വസ്റ്റ്യൻ നമ്പർ 65. വലത് കൈയിലെ മുദ്രാമോതിരം പോലെ ആയിരുന്നു അവൻ. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സെറുബാബേൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. ഫിലിസ്ത്യർ ചെന്ന് അവളെയും ആരെയും അഗ്നിക്കിരയാക്കി. ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെയും. ക്വസ്റ്റ്യൻ നമ്പർ 67. മനോവയുടെ പ്രാർത്ഥന ഡാഷ് കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 68. അക്കാലത്താണ് ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? ന്യായാധിപന്മാർ 11 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അമോന്യർ. ക്വസ്റ്റ്യൻ നമ്പർ 69. എന്നാൽ ആ ഡാഷ് അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല. ന്യായാധിപന്മാർ 19 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 70. പരദൂഷണം ആവർത്തിക്കുന്നതിനും രഹസ്യം വെളിപ്പെടുത്തുന്നതിനും എന്ത് ചെയ്യുക? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ലജ്ജിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 71. ആരെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവനോട് സംസാരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 72. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ എന്ത് ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 73. ഇസ്രായേൽ മിസ്പായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു. ഇത്ര വലിയ ഡാഷ് എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു.
ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 74. കർത്താവിൻ്റെ ആര് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൂതൻ. ക്വസ്റ്റ്യൻ നമ്പർ 75. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം ആരും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അപ്പോസ്തലന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 76. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സമാധാനവും. ക്വസ്റ്റ്യൻ നമ്പർ 77. കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക, ഇവയൊന്നിലും നീ എന്ത് ചെയ്യേണ്ട. പ്രഭാഷകൻ 42-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ലജ്ജിക്കേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 78. ആരായ മറ്റു 2 പേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുറ്റവാളികളായ. ക്വസ്റ്റ്യൻ നമ്പർ 79. സാംസൺ പാതിര വരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിലക്കാലോടുകൂടി പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള എവിടേക്ക് പോയി. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മലമുകളിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 80. ആ യുവാവ് അവൻ ആരെ പോലെയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രനെ പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 81. ദാവീദിന് പിൻഗാമിയായ ബുദ്ധിമാനായ പുത്രൻ ആര്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സോളമൻ. ക്വസ്റ്റ്യൻ നമ്പർ 82. സോറായിൽ ഏതു ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു, അവൾക്ക് മക്കളില്ലായിരുന്നു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാൻ. ക്വസ്റ്റ്യൻ നമ്പർ 83. ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും ഡാഷ് പിന്നാലെ പോയിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 84. ആരുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻഗോത്രത്തിലെ പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മോശയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 85. ഡാഷ് ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം പുറപ്പെട്ടു, അവൻ വെള്ളം കുടിച്ചു ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് പേര് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 86. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊല്ലാൻ സാംസണ് എങ്ങനെ കഴിഞ്ഞു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 87. അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം ഡാഷ്. പ്രവാചകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 88. അനുസരണമില്ലാത്ത ആരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിബന്ധിക്കുന്നു.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മക്കളുടെ മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. ശിരസായ ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടത് എങ്ങനെ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 90. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് ആരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൃഷിക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 91. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഇലയാതക്കാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ എവിടെ അടക്കപ്പെട്ടു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗിലെയാദിൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. ഒന്നാമൻ വന്നു. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനമായ ലോഗോസ് ക്ലബ് അംഗത്വമുള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവയൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് ക്വിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവയൽ ആപ്പിലേക്ക് സ്വാഗതം.